അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ ഷരീഫിലെ ഏറ്റവും ശ്രേഷ്ഠമായ ബറാഅത്തിൻ്റെ രാവ് ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടി പരിശുദ്ധമായ ബറാഅത്തിൻ്റെ രാവിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് ഒരു വർഷത്തേക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും കണക്കാക്കുന്ന ശ്രേഷ്ഠമായ ഒരു രാവാണ് പരിശുദ്ധമായ ബറാഅത്തിൻ്റെ രാവ്. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മഹത്തായ രാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് നിരവധി ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങളുടെ ഭാര്യമാർക്ക് നിശ്ചയിച്ചു കൊടുത്ത ഓരോ ദിവസങ്ങളുണ്ട്. അതിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ദിവസം നബി തങ്ങൾ ആയിഷ ബീവിയോടൊപ്പം തൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് രാത്രിയുടെ പകുതി ഭാഗമായപ്പോൾ തന്നോടൊപ്പം കിടന്നുറങ്ങിയ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാത്രിയുടെ പകുതി ഭാഗമായപ്പോൾ തൻ്റെ വിരിപ്പിൽ കാണുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. കാരണം അവർ ചിന്തിച്ചത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മറ്റു ഭാര്യമാരുടെ സമീപത്തേക്ക് പോയതാണോ എന്ന് ചിന്തിക്കുകയും നബി തങ്ങളോടുള്ള ദേഷ്യത്തോടു കൂടി നബി തങ്ങൾ എവിടെയെന്ന് അന്വേഷിക്കാൻ വേണ്ടി തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് പോയപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഖീഉൽ അർഖദിൽ, ആ മദീനയിലെ വലിയ ഖബർസ്ഥാനിൽ അവിടെ അന്തിയുറങ്ങുന്ന ഖബറാളികൾക്ക് വേണ്ടി അവരെ സിയാറത്ത് ചെയ്തുകൊണ്ട് അവർക്ക് പൊറുക്കലിനെ തേടുകയും അവിടെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ കാണുന്നത്. അവിടുന്ന് വല്ലാതെ ബേജാറായി. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയല്ലോ. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ അന്വേഷിച്ചിറങ്ങിയത് എൻ്റെ ദുന്യവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവട്ടെ ഉഖ്റവിയായ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് ആ ഖബർസ്ഥാനിൽ അവിടെ അന്തിയുറങ്ങുന്നവർക്ക് വേണ്ടി, അവിടെ അന്തിയുറങ്ങുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ കാണുന്നത്. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട മാത്രയിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയും തൻ്റെ വിരിപ്പിൽ കിടക്കുകയും ചെയ്തു. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ വല്ലാതെ കിതക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ ഹാദൻ നഫ്സു യാ ആയിഷ, എന്താണ് ആയിഷ ഇത്തരത്തിൽ നീ കിതക്കുന്നത് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് ഇന്ന് എനിക്ക് അനുവദിച്ചു തന്ന രാത്രിയാണല്ലോ, അങ്ങ് എന്നോടൊപ്പം കിടന്നുറങ്ങിയതാണല്ലോ. രാത്രിയുടെ പകുതിയിൽ അങ്ങയെ കാണാതെയായപ്പോൾ അങ്ങ് മറ്റു ഭാര്യമാരെ സമീപിച്ചുകൊണ്ട് അവരെ സമീപിക്കാൻ വേണ്ടി പോയതാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അങ്ങയെ പിന്തുടർന്ന് ഞാൻ വന്നപ്പോൾ ബഖീഉൽ അർഖദിൽ അങ്ങ് മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാഴ്ചയാണ് നബിയെ ഞാൻ കണ്ടത്. ഞാൻ അങ്ങയെ വല്ലാതെ തെറ്റിദ്ധരിച്ചു പോയി എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ മറുപടി പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, യാ ആയിഷ അകുന്തി തഖാഫീന അൻ യഹീഫല്ലാഹു അലൈകി വറസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിൻ്റെ പ്രവാചകനും ആയിഷ നിന്നോട് അക്രമം പ്രവർത്തിച്ചു എന്ന് നീ ഭയപ്പെട്ടുവോ? എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ആയിഷ, എന്താണ് ഉണ്ടായതെന്ന് നിനക്കറിയണ്ടേ? അതാനി ജിബ്രീലു അലൈഹിസ്സലാം, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹാദിഹിൽ ലൈല ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഈ രാത്രി ഷഅബാനിന്റെ പകുതിയുടെ രാത്രിയാണ്.
വലില്ലാഹി ഫീഹാ ഉതഖാഉ മിനന്നാർ. ഈ രാത്രിയിൽ അല്ലാഹു ധാരാളം ആളുകൾക്ക് നരകമോചനം നൽകുന്ന രാത്രിയാണ്. ബിഅദദി ശുഊരി ഗനമി കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ. കൽബ് ഗോത്രക്കാർ ഏറ്റവും കൂടുതൽ ആടുകളെ വളർത്തുന്നവരായിരുന്നു. അവരുടെ ആടുകൾക്ക് ധാരാളം രോമങ്ങളും ഉണ്ടായിരുന്നു. ആ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് നരകമോചനം നൽകുന്ന ശ്രേഷ്ഠമായ രാവാണ് ഈ ബറാഅത്തിന്റെ രാവ്, ശഅബാൻ 15 രാത്രി എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ രാത്രിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് എല്ലാവിധ ഖൈറുകളും കണക്കാക്കുന്ന രാത്രി പരിശുദ്ധമായ ബറാഅത്തിന്റെ രാത്രിയാണ്. സൂറത്തുൽ ദുഖാനിലൂടെ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം എന്ന വിശുദ്ധ ഖുർആനിന്റെ വചനത്തിലൂടെ ഇതാണ് നമ്മോട് വ്യക്തമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് അവന്റെ ഒരു വർഷത്തെ ജീവിതത്തിന് ഉണ്ടാകേണ്ടുന്ന എല്ലാവിധ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുന്നത് ഈ വർഷത്തിലാണ്. അവനക്കുണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങളും അവനക്ക് സംഭവിക്കാൻ പോകുന്ന ബലാ മുസീബത്തുകളുമെല്ലാം അല്ലാഹു തആല കണക്കാക്കുന്നത് ഈ രാത്രിയിലായതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രത്യേകമായി ഇബാദത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ശർറുൽ ഖലാഅകളെ തട്ടിക്കളയാൻ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ അല്ലാഹു തആല നമുക്ക് കണക്കാക്കുന്ന എല്ലാവിധ ഖൈറുകളും നമുക്ക് ലഭിക്കാനും അല്ലാഹു നമുക്ക് കണക്കാക്കുന്ന എല്ലാവിധ ഷർറുകളെയും മായ്ച്ചു കളഞ്ഞ് അതിൻ്റെ സ്ഥാനത്ത് കൂടി ഖൈറുണ്ടാകാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നാം തേടിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹ മഹാനവറുകൾ പറയുന്നുണ്ട്, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ കാന ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാനിന്റെ പകുതിയുടെ രാത്രി നിങ്ങൾക്ക് സംജാതമായി കഴിഞ്ഞാൽ, അതായത് ലൈലത്തുൽ ബറാഅയെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ, ആ രാത്രിയെ നിങ്ങൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുകയും അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക. കാരണം فإن الله ينزل فيها لغروب الشمس إلى السماء الدنيا, ആ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവന്റെ സൃഷ്ടികളിലേക്ക് നോക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അലാ മിൻ മുസ്തഗ്ഫിരിൻ ലീ ഫഅഗ്ഫിറ ലഹ, ആരാണ് എന്നോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നത്, ഫഅഗ്ഫിറ ലഹ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കാം. അലാ മുസ്തർസിഖുൻ ഫഅർസുഖ, ആരാണ് എന്നോട് റിസ്ഖിനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ദുന്യവിയായ വിഭവങ്ങളെയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഫഅർസുഖ, ഞാനത് അവർക്ക് നൽകാം. അലാ മുബ്തലൻ ഫഉആഫിയ, ആരാണ് ബലാ മുസീബത്തുകളിൽ അകപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ഫഉആഫിയ, അവരെ ഞാൻ രക്ഷപ്പെടുത്താം. അലാ ഖദ അലാ ഖദ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഹത്താ യത്ലു അൽ ഫജ്ർ, ഫജ്ർ വെളിവാകുന്നത് വരെ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കിക്കൊണ്ട് പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഉണ്ടാകുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ മഹത്തായ രാവിന്റെ ശ്രേഷ്ഠത ലഭിക്കാത്ത ചില ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ലാ യൻദുറുല്ലാഹു ഫീ ലൈലത്തിൽ ബറാഅ ഇലാ മുശ്രിക്കിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കാത്ത ചില ആളുകളെ ഒന്നാമതായിട്ട് പറഞ്ഞു, ഇലാ മുശ്രിക്കിൻ, മുശ്രിക്കിലേക്ക്, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നവനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല. വലാ ഇലാ മുശാഹിനിൻ, ഹൃദയത്തിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവർ,
വിദ്വേഷം വെച്ച് പുലർത്തുന്ന, മറ്റുള്ളവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നവർ, അവരിലേക്കും അല്ലാഹു തആല ഈ ദിനം, ഈ രാത്രിയിൽ അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല. വലാ ഇലാ ഖാതിഇ റഹ്മിൻ, കുടുംബ ബന്ധം മുറിക്കുന്നവരിലേക്കും, വലാ ഇലാ മുസ്ബിലിൻ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചേർച്ച് നടക്കുന്നവരിലേക്കും, വലാ ഇലാ ആഖില്ലി വാലിദൈഹി, മാതാപിതാക്കളെ വെറുപ്പിച്ചവനിലേക്കും, വലാ ഇലാ മുദ്മിനി ഖംറിൻ, ലഹരിക്ക് അടിമപ്പെട്ടവനിലേക്കും, ലഹരി ഉപയോഗിക്കുന്നവനിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ബറാഅത്തിന്റെ രാവിലെ കാരുണ്യത്തിന്റെ നോട്ടം അവനിലേക്ക് നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങൾ ജീവിതത്തിലുള്ളവനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവിൽ കണക്കാക്കുന്ന ഖൈറുകളൊന്നും അല്ലാഹു തആല അവനിക്ക് നൽകുകയില്ല എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈ ബറാഅത്തിന്റെ രാവിലെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ നാം സൂചിപ്പിച്ചല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ മരണപ്പെട്ടു പോയ ഖബറാളികൾ അന്തിയുറങ്ങുന്ന ബഖീഉൽ അർഖദ് എന്ന് പറയുന്ന ഖബർസ്ഥാനിൽ ചെല്ലുകയും അവിടെ അന്തിയുറങ്ങുന്ന ആ ഖബറാളികൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തപ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയ നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, വല്ലിപ്പമാർ, വല്ലിമ്മമാർ, അവരുടെയൊക്കെ ഖബറിലുള്ള അവസ്ഥ എന്തെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. കൽബുഗോത്രങ്ങളുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണത്തേക്കാൾ കൂടുതൽ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന ഈ രാവിൽ നാം അവരെ മറന്നു പോകരുത്. അവരുടെ ഖബറങ്ങൾ ചെല്ലണം, അവരോട് സലാം പറയണം, അവർക്ക് വേണ്ടി ഫാത്തിഹയും യാസീനും ഓതി ഹദിയ ചെയ്യണം, അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബറിടം അല്ലാഹു സ്വർഗീയ ഭവനങ്ങളാക്കി കൊടുക്കട്ടെ. അവർ തന്റെ കുടുംബാംഗങ്ങളെ കാത്തിരിക്കുന്നവരാണ്. ഈ രാത്രിയിൽ നാം അവരെ മറന്നു പോകരുത്. അതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈ രാവിന്റെ ശ്രേഷ്ഠത നമുക്ക് കരസ്ഥമാകാൻ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഒരുപാട് അമലുകൾ നമുക്ക് നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് യാസീൻ ഓതുക എന്നുള്ളത്. ഒന്നാമത്, നാം ഓതുന്ന യാസീൻ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് ഓതണം. രണ്ടാമത്തെ യാസീൻ നമുക്ക് അല്ലാഹു തആല നൽകിയ സമ്പത്ത്, സന്താനങ്ങൾ, വീട്, കുടുംബം എന്നിങ്ങനെ ഭൗതികമായി അല്ലാഹു തആല നമുക്ക് നൽകിയ എല്ലാ വിഭവങ്ങളിലും ബറക്കത്തുണ്ടാകുന്നതിന് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ടായിരിക്കണം രണ്ടാമത്തെ യാസീൻ നമ്മൾ പാരായണം ചെയ്യേണ്ടത്. മൂന്നാമത്തെ യാസീൻ ഏറ്റവും പ്രധാനമായി ആഖിബത്ത് നന്നായിട്ടുള്ള മരണം, ഹുസ്നുൽ ഖാത്തിമത്ത് ലഭിക്കുക എന്ന നിയ്യത്തോടു കൂടിയാണ് മൂന്നാമത്തെ യാസീൻ നാം പാരായണം ചെയ്യേണ്ടത്. അതുപോലെ ഈ രാത്രിയിൽ നാം പാരായണം ചെയ്യേണ്ടുന്ന പ്രധാനമായ ഒരു സൂറത്താണ് ബറാഅത്തിനെ പ്രതിപാദിക്കുന്ന സൂറത്തു ദുഖാൻ എന്ന് പറയുന്ന സൂറത്ത്. സൂറത്തു ദുഖാൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും ഒരു രാത്രിയിൽ സൂറത്തു ദുഖാൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി പാപമോചനത്തെ തേടിക്കൊണ്ടിരിക്കുമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബറാഅത്തിന്റെ ശ്രേഷ്ഠതയെ പ്രതിപാദിക്കുന്ന സൂറത്താണ് പ്രത്യേകമായിട്ട് സൂറത്തു ദുഖാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ അത് പാരായണം ചെയ്യുക എന്നുള്ളത് വളരെയധികം പുണ്യമേറിയ കാര്യമാണ്. അതുപോലെ അനുബന്ധമായി മറ്റു പല ദിക്റുകളും ഈ രാത്രിയിൽ ബറാഅത്തിന്റെ രാവിൽ മഹാന്മാർ നമുക്ക് നിർദ്ദേശിച്ച് തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവകളൊക്കെ മനസ്സിലാക്കി ഈ രാവിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറാഅത്തിന്റെ രാവിൽ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് അവൻ നൽകുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും നേടിയെടുക്കാനും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്ന് രക്ഷ നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.